ഇടിയപ്പത്തിന് ചേർക്കുന്ന അരപ്പെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം തേങ്ങയും ജീരകവും അതേപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഉള്ള ഒരു അരപ്പ് നമ്മൾ തയ്യാറാക്കി എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ 1/2 ഗ്ലാസ് ഉഴുന്ന് കുതിർക്കാനിട്ടായിരുന്നു, അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ജാറിലേക്ക് തന്നെ 2 ഗ്ലാസ് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്ന അരിപ്പൊടി. പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരപ്പ് മിക്സ് ചെയ്യുക. അപ്പോൾ ആ അരപ്പിന് ചേർക്കണമെന്ന് വെച്ചാൽ ഒരു തേങ്ങയുടെ ഹാഫ് തേങ്ങയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ചെറിയ ജീരകമില്ലേ, ചെറിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ, പിന്നെ 3 വെളുത്തുള്ളി, ഇതെല്ലാം കൂടിയാണ് അരപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ തേച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ മാവ് ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരിക്കലും അത് മാവ് പുളിക്കാൻ വെക്കാൻ പാടില്ല. അപ്പം തന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഈ മാവ് റെഡിയാക്കിയ ഉടനെ തന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കണം. പാത്രത്തിലേക്ക് മാവ് കോരി ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പള്ളിയിൽ നിന്ന് ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോലകളുണ്ട്. അപ്പോൾ ആ കുരുത്തോല കുരിശാകൃതിയിൽ വയ്ക്കും. സാധാരണ വീടുകളിൽ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു അപ്പത്തിന് മാത്രമാണ് കുരിശിട്ട് നമ്മൾ ഉണ്ടാക്കാറ്. പിന്നെ അപ്പച്ചെമ്പിൽ വെച്ച് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു പാലാണ് നമ്മൾ ഇനി ഉണ്ടാക്കുന്നത്. അത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ 2ാം പാലിൽ 1/2 ഗ്ലാസ് റവ ചേർത്ത് കുറുക്കിയെടുക്കും. ഇത് കണ്ട് ഇപ്പം വെള്ളം പോലെയാണ് ഇതിരിക്കുന്നത്, പക്ഷെ അത് കുറുകി കൈ ഇടപെടാതെ തന്നെ അത് ഇളക്കി കൊടുക്കണം. അത് കുറുകി വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തും. കണ്ടോ, ഈ ഒരു രീതിയിൽ എത്തണം. അടുക്കി പിടിക്കാതെ കൈ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് അരിച്ചു വെച്ച ശർക്കരയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കുരുത്തോല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, തേങ്ങാപ്പാലിൽ 1ാം പാല്. ഇനി നമുക്ക് ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അതിലേക്ക് നമ്മൾക്ക് ചുക്കും ജീരകം, ചെറിയ ജീരകമില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കും. പെസഹപ്പാലൊക്കെ റെഡിയായി. കുടുംബനാഥൻ രാത്രിയിലെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവർക്കും ഓരോരുത്തരുടെ ഏജ് അനുസരിച്ച് മുറിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.